ഞാൻ വിനയ്, ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. നടന പുരസ്കാര കമ്മിറ്റിയുടെ ചെയർമാനുമാണ്. കഴിഞ്ഞൊരു 2 മാസം മുമ്പ് നമ്മൾ അനൗൺസ് ചെയ്തതാണ് പ്രഥമ നടന പുരസ്കാരം. മലയാള സിനിമ നാടകരംഗത്തെ കഴിഞ്ഞ 2 വർഷത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആളുകൾക്ക് ആദ്യമായി കൊടുക്കുന്ന പുരസ്കാരമാണ് നടന പുരസ്കാരം. സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാർ മികച്ച നടി, മികച്ച നടൻ, സഹനടിമാർ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ നടന പുരസ്കാരം ഇത് പ്രഥമ നടന പുരസ്കാരമാണ്. എല്ലാ വർഷവും ഏറ്റവും മികച്ച ഒരു നടനത്തുള്ള അവാർഡാണ് കൊടുക്കുന്നത്. പിന്നീടുള്ളത് സഹനടനമാണ്. സഹനടനം ഏതാണ്ട് 10 പേരോളമാണ്. പുരുഷ വിഭാഗത്തിൽ 4 പേരും, സ്ത്രീകളായിട്ട് 4 പേരും, 2 കുട്ടികളെയുമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ പ്രഥമ നടന പുരസ്കാരം കബോധൻ ശ്രീധരൻ നമ്പൂതിരിക്കാണ് നൽകുന്നത്. 2021 പുറത്തിറങ്ങിയ ഹസ്തനെ ഉദയ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു മികച്ച കഥാപാത്രം ചെയ്തതാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽ എല്ലാം അതിനകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സെപ്റ്റംബറിൽ കൊച്ചിയിൽ വെച്ച് നടക്കുന്ന നടനോത്സവം പ്രോഗ്രാമിലായിരിക്കും നമ്മൾ ഈ അവാർഡ് കൊടുക്കണേ. 51,000 രൂപയും വികാസ് എന്ന ശില്പി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ശില്പവുമാണ് നടന പുരസ്കാരത്തിൻ്റെ നമ്മൾ നൽകുന്നത്. അത് ഏകദേശം 4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു താരസന്ധ്യ തന്നെയാണ്, നടനോത്സവം തന്നെയാണ്. ഏറ്റവും കൂടുതൽ നവാഗതർക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമായിരിക്കും. അതിൽ ഹൃദയരാഗം എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട്, സ്ക്രിപ്റ്റുകളുണ്ട്, മറ്റ് ഒരു സിനിമ അവാർഡ് നൈറ്റ് എന്താണോ അതിന് മുഴുവനായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ പ്രോഗ്രാമാണ്. അപ്പോൾ ഈ നടന പുരസ്കാരത്തിൻ്റെ പ്രഖ്യാപനം ഇവിടെ നടത്തിക്കഴിഞ്ഞു. എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു.